ബിജെപിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ബിജെപിക്ക് ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. ബിജെപിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഇനി അത്തരത്തിലുള്ള ബിജെപി മറ്റു വല്ല നേതാക്കന്മാരെങ്ങാണ് ഇദ്ദേഹത്തിന് ഇനി ചതിച്ചോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഈ മാധ്യമങ്ങളെ അകത്തോട്ട് കയറ്റാത്തതിന് കാര്യം ഇത് കാരണം ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ കോർപ്പറേഷൻ ബിജെപി പിടിക്കുമെന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം എന്നുള്ളൊരു കാരണം മാധ്യമങ്ങൾ കയറി ഇതങ്ങ് വലിയ രീതിയിൽ ആഘോഷമാക്കിയ ഒരു പക്ഷേ അവരുടെ കൈകളിൽ നിൽക്കത്തില്ല. തിരുവനന്തപുരം കോർപ്പറേഷനില് ബിജെപി അടുത്ത തവണ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം മറ്റ് കോർപ്പറേഷനോ സംസ്ഥാനമോ ഒക്കെ നോക്കുന്നതിനേക്കാളും തിരുവനന്തപുരത്ത് ബിജെപിക്ക് വലിയൊരു സ്കോപ്പ് ഉണ്ട്. ഇവിടുത്തെ ആളുകളുടെ പ്രവർത്തനമാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിന്നിരുന്ന എന്തെങ്കിലും ഒരു വിവാദ വിഷയമൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരാളാണ് ബിജെപി പ്രവർത്തകനായിട്ടുള്ള കൗൺസിലറായിട്ടുള്ള അനിൽ. അദ്ദേഹം ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്തു എന്നതിനേക്കാൾ ഉപരി അത് ആത്മഹത്യക്ക് ശേഷം പാർട്ടി എടുത്ത ഒരു നിലപാടാണ് ഇവിടെ ചർച്ചയാകുന്നത്. പാർട്ടി ആകെ കൈയൊഴിഞ്ഞു. മരിച്ച് അദ്ദേഹത്തിന്റെ ശവം മൃതദേഹം താഴോട്ട് എത്തിയിട്ട് പോലില്ല. അതിനു മുമ്പേ ഈ പ്രവർത്തകനെ പാർട്ടിക്കാർ ഒന്നടങ്കം കൈയൊഴിഞ്ഞു. അപ്പൊ ഇനി അങ്ങോട്ട് എന്താണ് ഒരു അവസ്ഥ? തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആര്യ രാജേന്ദ്രന്റെ രീതിയിലുള്ള ഭരണമാകാനുള്ള സാധ്യതയില്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും ബിജെപിക്ക് വന്നില്ല. കാരണം കഴിഞ്ഞ തവണയൊക്കെ നിയമത്തൊക്കെ ഒരുപക്ഷെ ചില ബിജെപിയുടെ അന്നത്തെ ചില കുത്തിത്തിരിപ്പുകളൊക്കെ കാരണം അന്ന് അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഇപ്പം ബിജെപിയുടെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന സെക്രട്ടറി അധ്യക്ഷനായി വന്നതിന് ശേഷം ഇത്തരത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം, അടിസ്ഥാന പ്രവർത്തനമൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനം തന്നെയായിരുന്നു കാഴ്ചവെച്ച് വരുന്നത്. മാത്രമല്ല മാരാർജി ഭവൻ, അവരുടെ ഒരു സംസ്ഥാന കാര്യാലയമൊക്കെ വന്നതോടുകൂടി ഒരു ചിട്ടയും വെടുപ്പും ഒക്കെ വന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും തൃശ്ശൂർ സുരേഷ് ഗോപിയിൽ ഒരു താമര വിരിഞ്ഞതോടുകൂടി അടുത്തത് ഏറെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം തിരുവനന്തപുരം തന്നെയായിരുന്നു. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തീർച്ചയായിട്ടും ബിജെപിക്ക് നിഷ്പ്രയാസം കൈയെടുക്കാം. കാരണം CPM ഒരു വിരോധാഭാസമുണ്ട്. പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രന്റെ ചില ഈ പറഞ്ഞുള്ള ഭരണരീതികളിൽ ഒരു നല്ല അഭിപ്രായമല്ല ജനത്തിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നഗരസഭയുമായി ബന്ധപ്പെട്ട നിരവധി അഴിമതികളും പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കെ ഓരോ നഗരസഭ കൂടുമ്പോഴും നിരവധി പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് BJP കൗൺസിലേഴ്സ് അവർ പറഞ്ഞിരുന്നു, ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ എന്നിട്ടൊന്നും ഈ പറഞ്ഞോണം ആ ഒരു ഫോമിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു നമുക്കൊക്കെ ഹൃദയവേദന ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായത്. ഒരു പക്ഷേ BJP കൗൺസിലർമാരുടെ രംഗത്ത് പല നമുക്കറിയാം ഏറ്റവും കൂടുതൽ നഗരസഭയിൽ ഈ പറഞ്ഞുള്ള സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ BJP കൗൺസിലർമാർ ആര്യരാജൻ മേയർക്കെതിരെ ഉയർത്തുമ്പോൾ അതിന്റെ മുൻപന്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ലൊരു നേതാവ് തന്നെയായിരുന്നു അനിൽ. അനിലിന്റെ ഒരു പൊതുപ്രവർത്തന രീതിയും അത്തരത്തിലായിരുന്നു. അദ്ദേഹം ഇന്ന് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഒരു ആത്മഹത്യ ഒരിക്കലും നമ്മൾ അതൊരു ഇത് ഇത്രത്തോളം പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ചില ആൾക്കാർക്ക് ആ പ്രേരണയുള്ള വ്യക്തികൾക്ക് കുറച്ചുകൂടെ ഇൻസ്പയർഡ് ആവുകയോ ചെയ്യുന്നത്. എനിക്കതിന് ഒട്ടും താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ് ഈ പറഞ്ഞോണം ആത്മഹത്യ മാധ്യമങ്ങളിലൂടെ കൂടുതൽ. അത് വേറൊന്നുമല്ല, ഈ ഒരു മരണവാർത്ത അറിയിക്കുന്നതിനേക്കാൾ അപ്പുറം ആത്മഹത്യ നമ്മൾ കുറച്ചുകൂടി പറയുമ്പോൾ ഒരുപാട് വേദങ്ങളിൽ സഹിക്കുന്ന വ്യക്തികൾക്ക് അത് കുറച്ചുകൂടി ഒരു പ്രേരണയായിരിക്കും. ഇപ്പം ഇന്ന് എന്തായാലും അദ്ദേഹം ഇന്ന് മരണപ്പെട്ടു. ആത്മഹത്യയായിരുന്നു, ആത്മഹത്യക്കുറിപ്പുണ്ട്. അപ്പോൾ ഇത് കേട്ടിരിക്കുന്ന പ്രേക്ഷകർ ഒന്നുകൂടി ചിന്തിക്കുക. ഒരു BJP കൗൺസിലറാണ്, ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യരുതായിരുന്നു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുകൂടി ചിന്തിക്കുക. ഏത് പ്രതിസന്ധിയും നമുക്കൊക്കെ തരണം ചെയ്യാനുള്ള ഒരു മനസ്സ് ഈശ്വരൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മനസ്സ് മനുഷ്യനുണ്ട്. എത്ര കോടികൾ വന്ന് തലയിൽ മറിഞ്ഞോട്ടെ, ആരും നമ്മളെ വെട്ടിക്കൊല്ലത്തൊന്നുമില്ലല്ലോ, നമുക്കതിനെ അതിജീവിക്കാൻ കഴിയും. ഇപ്പോൾ അനിലിൻ്റെ സംഭവത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹം സഹകരണ ബാങ്കിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് പണം കൊടുത്തു. അപ്പോൾ അത് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഇവിടെ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന ആളായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ വലിയശാല ഫാം ടൂർ സൊസൈറ്റി എന്ന് പറയുന്ന സഹകരണ ബാങ്കാണ്. അപ്പോൾ ആ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ഒരു ബാങ്ക് തന്നെ എത്ര രൂപ ഈ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടാവും? കൂടിപ്പോയ 1 2 അങ്ങനെയൊക്കെയാണല്ലോ ചെറിയൊരു സ്ഥാപനത്തിൽ നിന്ന് പോകുന്നത്. പക്ഷെ ഇവിടെ സംബന്ധിച്ച് 6 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഇദ്ദേഹം ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരാൻ പറ്റിയൊരു പണമല്ല.
അപ്പോ ഇത് ആർക്കാണ് കൊടുത്തത് എന്നതിനൊരു ചോദ്യത്തിന് അതെ, ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു BJP കൗൺസിലറാണ് മരിച്ചിരിക്കുന്നത്. അത് നമുക്ക് അങ്ങ് വെറുതെ തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇന്ന് രാവിലെ 1-2 മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാൻ ചെയ്തപ്പോൾ പോലും BJP പ്രവർത്തകർ അതിനെ തടയുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഇത് പുറത്തു കൊണ്ടുവരണം. കാരണം മേഘ ഇപ്പോൾ പറഞ്ഞതുപോലെ 6 കോടി രൂപയാണ് ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ നിരവധി പേർക്ക് വായ്പയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വായ്പ കൊടുത്തവരാരും തിരിച്ചടച്ചില്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതിൽ 1 രൂപ ഈ ആത്മഹത്യക്കുറിപ്പിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ട് 1 രൂപ പോലും ഞാനും എൻ്റെ കുടുംബവും എടുത്തിട്ടില്ല. ഇതിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. പക്ഷേ ഇത് തിരിച്ചടയ്ക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം എൻ്റെ തലയിൽ തീർച്ചയായിട്ടും ഒരു സഹകരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറിക്കാണ് ഈ ഒരു ഉത്തരവാദിത്വം പൂർണ്ണമായും ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അജണ്ടയിലാണ് അല്ലെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പണം ലോണായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം മാത്രമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിനെ അത് വല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. 4 ചുറ്റും ഇത് പലതവണ BJPയുടെ ഓഫീസിൽ അറിയിച്ചു. ആദ്യം ഇത് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞിടത്താണ് പിന്നീട് അറിയുന്നത് ഈ സഹകരണ സ്ഥാപനം BJPയുടെ മേൽനോട്ടത്തിൽ നടത്തുന്നതല്ല എന്നുള്ള CPMന്റെ അധികാരത്തിലുള്ളതാണെന്ന് വരികയും അതുകൊണ്ട് അവർക്കതിൽ ഈ കടബാധ്യത തീർക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ള തരത്തിൽ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനാണ് വീണ്ടും ആ ഒരു ചുമതലയിലേക്ക് കേസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വരും. മാത്രമല്ല ഒരു പൊതുമധ്യേ നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നേതാവ് എന്നുള്ള രീതിയിൽ രാഷ്ട്രീയത്തിന്റെ ഒരു നല്ല ചുവടുവെപ്പ് നടത്തിയ അദ്ദേഹത്തിന് മേൽ ഒരു ഇത്തരത്തിലുള്ള കോടികളുടെ തട്ടിമറി അല്ലെ അട്ടിമറി നടത്തിയ വീരൻ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചു എന്നുള്ളൊരു പഴി അദ്ദേഹത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പറയുന്നത് ഇദ്ദേഹം പലപ്പോഴും ലാസ്റ്റ് കൗൺസിലിംഗ് മീറ്റിങ്ങിനൊന്നും വന്നില്ല. പലപ്പോഴും ആര്യ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു 50-52 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഒരു പുരുഷൻ സ്ത്രീകൾക്ക് മാത്രമല്ല പ്രായാധിക്യത്തിൻ്റെ ചില ഡിപ്രഷൻസും ട്രോമയൊക്കെ വരുന്നത് ഒരു പക്ഷേ പുരുഷന്മാർക്കുണ്ട്. അപ്പം ഒരു പക്ഷേ പുറമേ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രശ്നം ട്രോമകളും ഒക്കെ അവർക്ക് സഹിക്കുന്നതിനൊരു പരിധി കാണും. അപ്പോൾ ശാരീരികമായിട്ട് അദ്ദേഹത്തിന് വല്ലാണ്ട് ബലഹീനനാക്കിയിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പലപ്പോഴും കൗൺസിലർ യോഗത്തിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന് അവസാനം തീരെ നിവൃത്തികെട്ട ഒരവസ്ഥയിലായിരിക്കും, കടം കയറി വന്ന് ആ ഒരവസ്ഥയിലായിരിക്കും അദ്ദേഹം ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. വിഷയത്തിൽ ഇപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്നത് എന്തുകൊണ്ടും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. എങ്കിൽ പോലും ആത്മഹത്യക്ക് ശേഷം BJP എടുത്തൊരു നിലപാടും തിരുവനന്തപുരം ആര്യ രാജേന്ദ്രൻ എടുത്ത ഒരു നിലപാടും ഇവിടെ ആര്യ രാജേന്ദ്രൻ അത് സ്വാഭാവികം, അതൊരു രാഷ്ട്രീയ കളി മാത്രമാണ്. അത് നമുക്കിനെ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇത് ചെയ്യും. ഇത്രയും നാൾ ഇപ്പോൾ ആര്യ അത് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്കത് അത്രയും കൂട്ട് ഇത് ചെയ്യാൻ പറ്റും. അവർക്കും വേണമെങ്കിൽ CPMന്റെ ഇതിലുള്ള സഹകരണ ബാങ്കാണ്, അവർക്ക് വേണമെങ്കിലും തന്റെ കൗൺസിലർ എന്നുള്ള രീതി ഇതൊരു രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ പറയുന്നു ആ കുടുംബത്തിന് ഞങ്ങൾ കൈയൊഴിയില്ല, കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്നുള്ളത്. ഇപ്പോൾ BJPയുടെ തലയിൽ അത്തരത്തിലുള്ള ഒരു കുറ്റം വന്നതുകൊണ്ട് അവർ അതിനെ ഏറ്റെടുക്കുന്നു. ഇപ്പൊ ദാണ്ട് 2 ദിവസമായിട്ട് സുരേഷ് ഗോപി ഒരമ്മച്ചിയെ ഈ പറഞ്ഞോണം അവർ ചെറിയൊരു ഇത് നടത്തിയതിന്റെ പേരിൽ മറ്റേ ഇവിടെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ പൈസ ഇട്ടിരുന്നു, പൈസ ഞങ്ങൾക്ക് തരത്തില്ലേ എന്ന് അമ്മച്ചി ചോദിച്ചപ്പോൾ എൻ്റെ തലയിലോട്ട് എന്തിനാ കയറുന്നതെന്ന് ചോദിച്ചു. എൻ്റെ തൊട്ട് പിറ്റേന്ന് ബാങ്കുകാർ വിളിച്ചു വരുത്തി അമ്മച്ചിക്ക് കാശ് കൊടുത്തു. അതിനു മുമ്പ് സുരേഷ് ഗോപി ഒരു വീടില്ല എന്ന് പറഞ്ഞ ഒരച്ഛൻ വന്ന് അപ്പം പറഞ്ഞ അത് അവിടുത്തെ കൗൺസിലറെയൊക്കെ കാണും, ഞാൻ എന്ത് ചെയ്യാനാ? ശരിയല്ലേ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിന് മണ്ടയിലോട്ട് എന്തിനാണ് പഴിചാരുന്നത്? അദ്ദേഹം അല്ലല്ലോ ഇവിടുത്തെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടത്തിയത്. അപ്പൊ അദ്ദേഹത്തിന് പരിധികളുണ്ട്. കേന്ദ്ര സർക്കാർ ഇവരുടെ ഈ ED എടുത്തുകൊണ്ട് പോയ പണം എല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാർ വീതിച്ചു കൊടുക്കാൻ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മണ്ടക്കിട്ട് കയറിയിട്ട് അത് ഈ സാധാരണ ഈ അമ്മമാരുടെ അടുത്തും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർക്ക് ഈ രാഷ്ട്രീയ കളികളോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സോ അല്ലെങ്കിൽ ED ഇങ്ങനെ ചെയ്തെന്നോ സുപ്രീം കോടതി ഇങ്ങനെ വിധിച്ചെന്നോ അല്ലെങ്കിൽ കേന്ദ്രം ഇങ്ങനെ വിധിച്ചെന്നോ സാധാരണ വ്യക്തികൾക്ക് അറിയോ? ഇല്ല. അപ്പൊ അതില് ഒരു പക്ഷേ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സുരേഷ് ഗോപി പരാജയപ്പെട്ടു. അത് കേട്ടറിഞ്ഞ അല്ലെങ്കിൽ അത് തിരിച്ചു പറയാൻ പറ്റിയ അമ്മയുടെ ദേഷ്യം കാണിച്ചപ്പോൾ സുരേഷ് ഗോപിയുടെ ദേഷ്യമല്ല കാണിച്ച് ഇനി അതും കൂടെ എൻ്റെ ഇതിലോട്ട് കയറ്റിക്കോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ട് പിറ്റേന്ന് കാര്യം സാധിച്ചു. ആ പ്രായം ചെന്ന മനുഷ്യൻ എന്തായി? ഇപ്പൊ വീടായി. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടൊരു ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സാധാരണ ആൾക്കാർ കയറി ഇറങ്ങില്ലേ, എവിടെ പോയിരുന്നു? അപ്പൊ ഇതൊക്കെ ഒരു രാഷ്ട്രീയവൽക്കരണം. ഇപ്പൊ ആര്യ രാജേന്ദ്രൻ ഇത്രയും നാൾ അവിടെ പോയിരുന്നു, അദ്ദേഹം വരാതിരുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിരവധി ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ കോടികളുടെ ബാധ്യത. അന്ന് ഇടപെടാത്ത ആര്യ രാജേന്ദ്രൻ ഇപ്പം മരണശേഷം ഒരു മനുഷ്യന്റെ ജീവന് പകരമായിട്ടൊന്നുമില്ലല്ലോ. മരണശേഷം അത് കൊടുക്കുക ഇത് കൊടുക്കുക.
ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചു, അതിനുശേഷം ആ കുടുംബത്തിന് അത് നൽകാം, മകൾക്ക് ചികിത്സ നൽകുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവന തുല്യം ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് CPM പ്രവർത്തകർ ഒരു മനുഷ്യന്റെ ജീവൻ കളഞ്ഞിട്ടേ അവരെന്തെങ്കിലുമൊക്കെ ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ. അതവിടെ നിൽക്കട്ടെ, അത് സ്വാഭാവികമായി. പിന്നെ ഇപ്പോൾ അടുത്ത കോൺഗ്രസും വരും, വേണമെങ്കിൽ BJP. ഇപ്പം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ഇപ്പം ചേച്ചി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന, മുഖ്യമന്ത്രി ഇന്ന് ശബരിമലയിൽ ഒരു പ്രസംഗം നടത്തിയതിന്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു. അതായത് വിമർശകരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോൾ ശബരിമലയിൽ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി പറയുന്നത് പണ്ടത്തതുപോലെയല്ല, ഇപ്പൊ വിശ്വാസികൾ ഓരോരുത്തരുടെയും പ്രവാഹം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടൊരു ഇടപെടലും വികസനവും ഒക്കെ വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഈ പോകാനിരിക്കുന്ന അവസ്ഥയിലാണോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഭരണം തീരാനിരിക്കുന്ന അവസ്ഥയിലാണോ അദ്ദേഹത്തിന് ഈ ബോധോദയുണ്ട്? അദ്ദേഹം ഇന്ന് ഗീതയൊക്കെ വിവർത്തനം ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വിശ്വാസം എന്നത് ഓരോ മനുഷ്യന്റെയും മുഖത്ത് നോക്കുമ്പോൾ അറിയാന്നുള്ളത്, അല്ലെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തിയിലൂടെ അറിയാം. അപ്പം അതാണ് അദ്ദേഹത്തിന് എന്ത് വിശ്വാസം ഉണ്ടെന്ന് ഉള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലായിട്ടിരിക്കുന്നത്. ഇതൊക്കെ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയം. ഇനിയിപ്പോൾ അടുത്തത് ഈ ഒരു ഇദ്ദേഹത്തിന്റെ മരണത്തോടു കൂടി ഇനിയിപ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് ഇനിയിപ്പോൾ അതിനെ മാറ്റി, ഏതായാലും അദ്ദേഹത്തിന്റെ മരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരുപക്ഷെ തീരാ വേദന തന്നെയാണ്. അവർക്കാണ് നഷ്ടപ്പെട്ടത്, അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാർ ചിലപ്പോൾ ഈ ആര്യ രാജേന്ദ്രൻ എന്തെങ്കിലും സഹായം ചെയ്യും. അത് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ് തിരിഞ്ഞു പോലും നോക്കണമെന്നില്ല. എത്രയോ രാഷ്ട്രീയ പ്രവർത്തകർ പുഷ്പനെ അറിയാമോ എന്നുള്ളൊരു പാട്ട് അവസാനം പുഷ്പന്റെയൊക്കെ ഗതി എന്തായിരുന്നു. ഇതൊക്കെ അപ്പോഴപ്പോഴുള്ള അപ്പോഴെന്തെങ്കിലുമൊക്കെ ഇവർക്കൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഈ കുടുംബത്തിൽ നിന്ന് തിരിഞ്ഞു നോക്കിയെന്ന് വരത്തില്ല, അതവിടെ നിൽക്കട്ടെ. ഒരുപക്ഷെ BJP എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും മരണം തന്നെയാണ് ഇപ്പോൾ BJP പറയുന്നത്. BJPക്ക് ഇത്തരത്തിൽ ഇടപെടാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം ഈ ബാധ്യത ഉണ്ടാക്കിയവർ അല്ലെങ്കിൽ ആ ഒരു ബാങ്കുമായിട്ട് BJPക്ക് ബന്ധമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരത് തീർത്തു കൊടുത്തന്നെ. പിന്നെ ഈ ലോൺ എടുത്തത്, ഈ ലോൺ എങ്ങനെയാണ് പോയത്, ഇതിനകത്ത് വല്ല വമ്പന്മാരുണ്ടോ, ഇദ്ദേഹത്തിനെ പറ്റിച്ചതാണോ, ഇതൊക്കെ ഇനി അന്വേഷണത്തിൽ വരാനിരിക്കും. അന്വേഷണത്തിൽ വരുന്നതിനനുസരിച്ച് അല്ല അദ്ദേഹത്തിന്റെ കയ്യില് അദ്ദേഹത്തിന്റെ കൈ നിഷ്കളങ്കമാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹം അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 6 കോടിയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹം 6 കോടി കിട്ടിയ ആള് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമുണ്ട്. അത് കേസ് വാദിച്ചാലും അദ്ദേഹത്തിന് ജയിച്ചു പോകാലോ. അപ്പൊ അദ്ദേഹത്തിന് ആരോ പറ്റിച്ചിട്ടുണ്ട്, ആരോ കാര്യമായിട്ട് അദ്ദേഹത്തിനെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പാർട്ടി തിരിമറികൾക്ക് വേണ്ടിയും ഒരുപക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടാകും പൈസ. അതുകൊണ്ടാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരെ കൈ ഓങ്ങുന്നതല്ല. അല്ല അത് BJPക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. BJPക്ക് ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. BJPക്ക് ഇങ്ങനെ ചെറിയ ഇനി അത്തരത്തിലുള്ള BJP മറ്റേ വല്ല നേതാക്കന്മാരെങ്ങാണ് ഇദ്ദേഹത്തിന് ഇനി ചതിച്ചോ എന്നുള്ളതാണ് അറിയേണ്ടിയിരിക്കുന്നത്. പക്ഷെ ഈ മാധ്യമങ്ങളെ അകത്തോട്ട് കയറ്റാത്തതിന് കാര്യം ഇത്. കാരണം ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരു പക്ഷേ കോർപ്പറേഷൻ BJP പിടിക്കുമെന്നുള്ള നിലയിൽ നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും അടിച്ചമർത്തണം എന്നുള്ളൊരു, കാരണം മാധ്യമങ്ങൾ കയറി ഇതങ്ങ് വലിയ രീതിയിൽ ആഘോഷമാക്കിയ ഒരുപക്ഷെ അവരുടെ കൈകളിൽ നിൽക്കത്തില്ല, പോകും. ഇത് തീർച്ചയായിട്ടും ഇത് സാരമായി ബാധിക്കും. കാരണം ഇനി മറ്റുള്ള BJP കൗൺസിലേഴ്സിന്റെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ഈ നാട്ടുകാർ ഉൾപ്പെടെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒന്നും നമുക്കറിയില്ല. കാരണം BJP കൈയൊഴിഞ്ഞാൽ BJP ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് കൈയൊഴിഞ്ഞു എന്നുള്ളൊരു ഇത് വരുമ്പോൾ അദ്ദേഹത്തിന് പോലും ഒരു വിലയില്ല. ഇപ്പം ഇനി മറ്റുള്ളവരുടെ അവസ്ഥ എന്ത് എന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കും. ഒരുപക്ഷെ വോട്ടിങ്ങിൽ കുറച്ച് അതിൽ ഇളവ് വരും. ഇനിയിപ്പോൾ അതിനെ മറികടക്കാൻ എന്തെങ്കിലും BJP പ്രയോഗിക്കണം, അല്ലെങ്കിൽ ഒരുപക്ഷെ വോട്ട് വിഹിതം കുറയാൻ സാധ്യതയുണ്ട്. അവിടെയും പിന്നെ നിൽക്കുന്നത് CPM-ഉം കോൺഗ്രസും ആണ്. അപ്പോൾ കോൺഗ്രസിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു രീതിയിലേക്ക് പോകുന്നില്ലെങ്കിലും ഇത്തവണത്തെ അവരുടെ പ്രവർത്തന രീതി കുറച്ച് നല്ല രീതിയിലാണെങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസിനും ഈ ഒരു ഘട്ടം മുതലാക്കാൻ പറ്റും. അപ്പം വരുന്ന തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഈ ഒരു സംഗതി വലിയ രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അത് പറഞ്ഞോണം പ്രതിപക്ഷവും ഇടതുപക്ഷവും ഒക്കെ എടുത്ത് വലിയ രീതി കോലാഹലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനൊന്നും ഈ പറയുന്ന എത്ര കോലാഹലം പ്രതിഷേധമൊക്കെ ഉണ്ടായാൽ അത് അവരുടെ മാത്രം സ്വാർത്ഥതയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത് മരണത്തിന് തുല്യം മറ്റൊന്നുമില്ല. ഏതായാലും ഇതിൽ എങ്ങനെയാണ് തിരിമറി നടന്നത് എന്നുള്ള വലിയൊരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ചെറിയ തുകയല്ല, 6 കോടി എന്നൊക്കെ പറയുന്നത് ചെറിയ തുകയല്ല. അപ്പോൾ എത്തരത്തിലാണ് ഇദ്ദേഹത്തിന് അത് മിസ്സായിപ്പോ, ആർക്കൊക്കെയാണ് കൊടുത്തത്, അപ്പോൾ അവർ തിരിച്ചടയ്ക്കാത്തത് കൊണ്ടാണ്, എന്തിനാണ്, ഏത് ആവശ്യത്തിനാണ്
തന്നെയാണ്. ഈട് നൽകിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പ്രശ്നമില്ലായിരുന്നു, ഈട് ജപ്തി ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെയുള്ളത് ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കത് പൂർണ്ണമായിട്ടും മനസ്സിലാവും. ഏതായാലും BJPക്ക് തിരുവനന്തപുരത്ത് കിട്ടിയ ഒരു വല്ലാത്ത അടി തന്നെയാണ്. ഒരു പക്ഷെ അത് അവരും ഉത്തരവാദികളാണ്. ചേർത്ത് പിടിക്കേണ്ടുന്ന സമയത്ത് ഏതൊരു രാഷ്ട്രീയ നേതാവ്, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒക്കെ ഒപ്പമുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ, അദ്ദേഹം വാ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ ട്രോമ. അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടുന്നവരെ ചേർത്ത് പിടിക്കണം, എന്നാൽ വിട്ടുകൊടുക്കേണ്ടുന്നത് വിട്ടുകൊടുക്കാൻ, ന്യായങ്ങളും നീതികളും ഒക്കെ ഇരുപക്ഷത്തും ഒക്കെ കാണും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് എന്താ പറയുക, നമുക്കൊന്നും പറയാനില്ല. ആ കുടുംബത്തിനാണ് തീരവേദന. എല്ലാത്തിലും ആ കുടുംബം കരകയറട്ടെ, ജഗദീശ്വരൻ അവരോടൊപ്പം നിൽക്കട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. ഒപ്പം ആ കുടുംബത്തിനെ ഇനിയെങ്കിലും രാഷ്ട്രീയ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ആരെയാണെങ്കിലും, ഈ പറഞ്ഞ മേയറാണെങ്കിലും ആരാണെങ്കിലും നല്ല മനസ്സോടുകൂടി ആ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനുമൊക്കെ നല്ലൊരു കൈത്താങ്ങ് കൊടുക്കാൻ സാധിക്കും. മേയർ ഈ പറയുന്നത് പോലെ ഉള്ളിലൊരു ചിരി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും പറഞ്ഞിരിക്കുന്നു. അല്ല, മേയർക്ക് ചിരി കാണത്തില്ല, പക്ഷേ മേയർക്ക് ഒരു ആശ്വാസം കാണും. മേയറെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ BJP കൗൺസിലേഴ്സിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം പ്രതിരോധിച്ചിരുന്നു, എതിർത്തിരുന്നു. കാരണം നമ്മൾ മേയർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാതിരിക്കുന്ന BJP കൗൺസിലേഴ്സാണ്. വളരെ ശക്തമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ BJP കൗൺസിലേഴ്സ് പല അഴിമതിയും പുറത്തു കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഉള്ളിൽ അങ്ങനെ വരില്ല, മനുഷ്യത്വമുള്ളവർക്ക് അങ്ങനെ വരില്ല. എന്നാലും ഇപ്പോൾ ഈ മേയർ കാണിക്കുന്ന ഇത് ഒരു പക്ഷേ അത് നേരത്തെ ആകാമായിരുന്നല്ലോ, രാഷ്ട്രീയപരമായിട്ടുള്ളതാണ്. അത് നേരത്തെ ആകാമായിരുന്നല്ലോ, ഒന്ന് ചേർത്ത് പിടിക്കാമായിരുന്നല്ലോ. മേയർക്കും ചേർത്ത് പിടിക്കുക, എന്താണെന്നുള്ള അന്വേഷിക്കാം. അല്ലെങ്കിൽ വേണ്ടുന്നത് ഒരു പക്ഷേ CPMന്റെ സഹകരണ ബാങ്കാണ്. അപ്പം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ കരുവന്നൂരെ പോലെ വെട്ടിപ്പൊന്നും ഇല്ലല്ലോ. അപ്പം ഈ പറഞ്ഞോണെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, എല്ലാവർക്കും കൂടെ ചെയ്യാമായിരുന്നു. എവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ കൈകളിൽ ഈ പണം എത്തിയിട്ടില്ലാന്നുണ്ടെങ്കിൽ എവിടെയാണ് പാളിച്ച സംഭവിച്ചത്, അവിടേക്ക് ഒരു പക്ഷേ നിയമപരമായിട്ടൊക്കെ പോയി അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താം. ഒരു താങ്ങ് കൊടുത്താൽ മതിയല്ലോ, ഒരു മനുഷ്യന് സപ്പോർട്ട് കൊടുത്താൽ മതി.